ഇംഗ്ലീഷ് എക്സാം പൊട്ടി. ഇത്രയും പൊട്ട ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചില്ല. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഞങ്ങളെങ്ങനെയാണോ 1.5 മണിക്കൂർ കൊണ്ട് എഴുതാനാ? ഒരു പാസ്സാവാനുള്ള മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ പാസ്സായി പോയായിരുന്നു. ഇങ്ങനെയാണോ നിങ്ങൾ ആലോചിക്കുന്നത്? ഇങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. അഥവാ ഉണ്ടോ? എന്നാലും നമുക്ക് അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതെ, നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ പ്ലസ് റിവ്യൂ ആണ്. അപ്പൊ നമുക്ക് നല്ല നേരെ വീഡിയോയിലോട്ട് പോകാം. റിവ്യൂ ഞാൻ എൻ്റെ രീതിയിൽ പറയാം. ഒരു അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പർ, അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇതൊക്കെയാണോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ കിടന്നോടുന്നത്? എന്റെ മനസ്സിൽ എന്തായാലും ഇതാണ് ഓടിയത്. സോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിവ്യൂ വേണോ എന്ന് താഴെ കമന്റ് കൂടി ചെയ്യാം. സോ നമുക്ക് ഇനി എന്താ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് പ്ലസ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഈ വീഡിയോന്റെ എവിടെയൊക്കെയോ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഗൈസ്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്, അത്രയും എനിക്ക് പറയാനുള്ളൂ. അത്രയ്ക്ക് ഒരു അടിപൊളി ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. 8th കുട്ടികൾക്ക് മാത്രമല്ല എല്ലാ ക്ലാസ്സസിനും പറ്റിയ ഒരു അടിപൊളി 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 സാധനമാണ്. ഈ പറയുന്ന കാര്യം നിങ്ങൾ കേട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ എല്ലാ എക്സാംസിനും പാസ് ആയിരിക്കും എന്നുള്ളത് എന്റെ ഷുവറാണ്. സോ അതെന്തായാലും നിങ്ങൾ കണ്ടുനോക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ എന്താ ഡിസ്കഷനിലോട്ട് നമുക്ക് പോവാം. സോ ഗൈസ്, നമുക്ക് എന്തായാലും സ്റ്റാർട്ടാക്കാം. സോ അതിന് ക്വസ്റ്റ്യൻ പേപ്പർ കാട്ടാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ വിത്ത് വൺ മോർ ഷീറ്റ്. ഇതായിരുന്നു നമ്മുടെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട്. സോ ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഈ ഷീറ്റ് എടുക്കാം. ഈ ഷീറ്റിലാകെ ഒറ്റൊരു കോൺവെർസേഷൻ അല്ലല്ലോ. അത് ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. Questions 1 to 3. Read the excerpt from a long walk with Granny and answer the following questions. എന്നുള്ളതാണ്. സോ അതിലത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം. How did Mani and his father try to solve the problems related to Granny's eyesight? അത് സീരിയസ്ലി ഇതിൽ ഒരു പക്ക ആൻസർ ആയിട്ട് കാണിയില്ല. ബട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ഐ തിങ്ക് ഇറ്റ് മേ ബി എ റോങ് ആൻസർ. എനിക്കത് അറിയില്ല, എനിക്ക് കുറച്ച് ഡൗട്ടുള്ള ആൻസർ അത്. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ Mani and his father felt that it was high time Granny had her eyes tested and got her new glasses. അതാണ് ഞാൻ എഴുതിയത്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. സോ നെക്സ്റ്റ് വൺ ഇസ് വിച്ച് among the following is not correct എന്നുള്ളതായിരുന്നു. ഓപ്ഷൻ എ, Granny wore a pair of old glasses. ഓപ്ഷൻ ബി, Granny's eyesight had grown steadily weaker. ഓപ്ഷൻ സി, Granny's glasses were scratched. ഓപ്ഷൻ ഡി, Mani and his father felt it was not the right time to have Granny's eyes tested. ഓക്കെ, ഇതായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. നന്നായിട്ട് വായിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ലൈക്ക് ഈസി ക്വസ്റ്റ്യൻ ആണ്, ബട്ട് നമ്മൾ ആ ഒരു എന്താ പറയാ കെയർലെസ് മിസ്റ്റേക്സ് വരുത്താനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സോ അതിന്റെ ആൻസർ വാസ് ഡി ആണ് ഞാൻ എഴുതിയത്. സോ നിങ്ങൾ എന്താണ് എഴുതിയത് എന്നൊക്കെ താഴെ ഒന്ന് കമന്റ് ആക്കുക. ആൻഡ് third one is pick out the word or phrase from the passage which means to understand. അത് എനിക്ക് തോന്നുന്നു വായിച്ച് വെക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. ഇറ്റ്സ് മേക്ക് ഔട്ട്. അത് ഏത് സെന്റൻസിലാണ് വരുന്നതെന്ന് വെച്ചാൽ she could only make out Mani's fuzzy hair and sometimes his blackberry eyes and the gleam of his teeth when he smiled. അതായത് എത്രാമത്തെ സെന്റൻസ്? സെക്കൻഡ് സെന്റൻസിലെ 1 2 3 4 ഫോർത്ത് വേർഡ് ആയിട്ട് മേക്ക് ഔട്ട് എന്ന് പറയുന്നൊരു ഫ്രേസൽ വേർബ് യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ആൻസർ. Then question 4 to 6, read the lines from Hopper's The Thing with Feathers and answer the questions that follow ആണ്. അതും ഇതുപോലെ തന്നെ ആൻസർ ചെയ്യാനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഗൈസ്, അതിന് മുമ്പ് ഞാൻ പറയാൻ പറഞ്ഞ കുറച്ച് കാര്യമുണ്ട്. അത് ഞാൻ ഒരു വീഡിയോന്റെ മിഡിലൊക്കെ ആയിട്ട് പറയാം കേട്ടോ. അത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അതാണ് ഞാൻ പറയാൻ വെച്ചത്. ഓക്കെ, ആൻഡ് ഇതിന്റെ ഫോർത്ത് ക്വസ്റ്റ്യൻ വേഴ്സ് വേർ അക്കോർഡിംഗ് ടു ദി പോയറ്റ് ഡസ് ഹോപ്സ് perch.
that hope purchased in the soul ആണ് അതിന്റെ ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ നല്ല കെയർഫുള്ളി റീഡ് ആക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഫിഫ്ത്ത് വൺ, പിക്ക് ഔട്ട് എൻ എക്സാമ്പിൾ ഓഫ് മെറ്റഫോർ ഫ്രം ദി ഗിവൺ ലൈൻസ്. എനിക്ക് അറിയില്ല കേട്ടോ ഈ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ. ഞാൻ എഴുതിയ ആൻസേഴ്സ് ആണ് പറയുന്നത് കേട്ടോ. ആൻഡ് പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ. ആ ഫിഫ്ത്ത് വണ്ണിന്റെ ഇത് ഞാൻ എഴുതിയത് ഹോപ്പ് ഇസ് ദി തിങ് വിത്ത് ഫെദേഴ്സ് ആണ്. കാരണം ഇൻ ദിസ് ലൈൻസ് ഹോപ്പ് ഈസ് കൺസിഡേർഡ് ആസ് ബേർഡ്. അങ്ങനെയാണ് ഞാൻ എഴുതിയത്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദി ബേർഡ് ആസ്ക് ഫോർ ഇൻ റിട്ടേൺ. അത് ഓപ്ഷൻ എ, the bird doesn't ask for anything in return. Option B, the bird asks for a song in return. Option C, the bird asks for a patient of faith in return. Option D, the bird asks a crumb of bread in return. ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ. The bird doesn't ask for anything in return ആണ്. ആൻഡ് ഓക്കെ, അതാണ് എൻ്റെ ആൻസർ വന്നിട്ട്. ഇതൊക്കെ ഞാൻ ഇതാണ്. ഞാൻ ഒന്നും കൂടി പറയാം. ആൻഡ് സെവൻത് ക്വസ്റ്റ്യൻ, റീഡ് ദി ലൈൻസ് ഫ്രം ദി 7 ages ഓഫ് മാൻ ആൻഡ് റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് സമ്മറൈസിങ് ദി ഐഡിയാസ് കണ്ടെയ്ൻഡ് ഇൻ ദി ലൈൻസ് യൂസിങ് ദി ഹിൻസ് ഗിവൺ ബിലോ ആണ്. ഹിന്റ് ആയിട്ട് വില്യം ഷേക്സ്പിയർ തന്നിട്ടുണ്ട്, ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് എ ഹ്യൂമൻ ലൈഫ് തന്നിട്ടുണ്ട്, ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചസ് തന്നിട്ടുണ്ട്, ലിറ്ററലി ഡിവൈസസ് തന്നിട്ടുണ്ട്, അൾട്രേഷൻ തന്നിട്ടുണ്ട്, ഇമേജറി തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ്. ഇത് വെച്ചിട്ട് നമ്മൾ പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും യൂസ് ആയിരിക്കും വിചാരിക്കുന്നു. നമ്മുടേതായ രീതിയിൽ ആ ഒരു പോയത്തിനെ എന്താക്കാം സമ്മറൈസ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. അതും മോസ്റ്റ് ഓഫ് ദി ഇതില് ഫുള്ളി ആ ഒരു ഇത് തന്നിട്ടുണ്ട് ഓൾറെഡി. ഇവിടെ ആ ഒരു ചാപ്റ്ററിൽ ആ ഒരു പോയം തന്നിട്ടുണ്ട്. സോ അതും പ്ലസ് നമ്മുടെ ഈ ഹിൻസ് വെച്ച് നമ്മൾ സമ്മറൈസ് ചെയ്ത് എഴുതിയാൽ മതി. അത് മേ ബി എല്ലാവർക്കും ഈസി ആയിരിക്കും തോന്നുന്നു. ഐ ഡോണ്ട് നോ, എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഞാൻ എഴുതി നീ പക്ഷെ കുറെയൊക്കെ തെറ്റിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് സെക്ഷൻ, ക്വസ്റ്റ്യൻ 8 to 10, read the passage given below and answer the questions that follow. എനിക്ക് തോന്നുന്നു ഈ ഒരു read the passage and answer the following എനിക്ക് തോന്നുന്നു ഇതിൽ ഈ പ്രാവശ്യത്തെ ഇംഗ്ലീഷ് എക്സാമിന് നല്ല എളുപ്പമായിരുന്നു. ഞങ്ങൾക്ക് എന്നാ മിഡ് ടേം എക്സാം ഇല്ലല്ലോ. അയ്യോ, മിഡ് ടേം തന്നെ. മിഡ് ടേം അല്ലല്ലോ, ഏതായിരുന്നു അതിന്റെ പേരെന്താ? നമ്മുടെ ഇതിനു മുമ്പ് ഒരു എക്സാം നടത്തിയില്ലേ, യൂണിറ്റ് ടെസ്റ്റ് പോലത്തെ ഒരു എക്സാം. എന്തോ മിഡ് ടേം ആണോ? അതിന് കഴിഞ്ഞ എക്സാം ഉണ്ടായിരുന്നില്ലേ, അതിന് എനിക്ക് കുറച്ചും കൂടി നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാരഗ്രാഫ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ 8th ക്വസ്റ്റ്യൻ വന്നിട്ട്, ഹൗ ഡസ് നേച്ചർ റിയാക്ട്സ് വെൻ ഇറ്റ്സ് ബാലൻസ് ഡിസ്റ്റർബ്ഡ് ആണ്. അത് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ആണ്. സത്യത്തിൽ അതിന്റെ ആൻസർ സി ആണ്. 1 and 3 are കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് ഞാൻ എഴുതിയത്. നിങ്ങൾ എഴുതിയതൊക്കെ കമന്റ് ആക്കുക. എത്ര മാർക്ക് പോയി, എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ കമന്റ് ആക്കൂ. ആൻഡ് 9th one, what are the main causes that led to the disastrous climate ആണ്. അത് ഞാൻ എഴുതിയത് കട്ടിംഗ് ഡൗൺ ട്രീസ് ഫോർ ലാൻഡ്, ബേണിംഗ് ഫ്യൂൽസ് ഫോർ എനർജി ആൻഡ് വേസ്റ്റിംഗ് വാട്ടർ ഹാവ് കോസ്ഡ് ദി എർത്ത് ടെമ്പറേച്ചർ ടു റൈസ് എന്നാണ് ഞാൻ എഴുതിയത്. ഐ ഡോണ്ട് നോ ഇസ് ഇറ്റ് correct answer or not. So 10th one, how can we live in harmony with nature again. അതിന്റെ ആൻസർ അവിടെ തന്നെ ഉണ്ട്. വേറെ by planting trees, using renewable energy and reducing waste, we can live in harmony with nature again. Okay, then question 11 to 13, answer either A or B ആണ് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. So 11th A, and his first earnings as a newspaper boy fills Abdul Kalam with excitement and a sense of responsibility. He jots down his feelings in his diary. Write a likely diary entry ആയിരുന്നു. അത് മേ ബി എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. ബട്ട് നമ്മുടെ വീഡിയോന്റെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റിലോട്ടാകുമ്പോഴത്തേക്കും നമ്മൾ അതിനെപ്പറ്റി നന്നായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം പറയാത്തത്. സോ അതിന്റെ ബി ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല്, മണി അക്കോമ്പനൈസ് ഗ്രാനി ടു ഹർ ജേർണി ടു മിസൂറി ആൻഡ് സപ്പോർട്ട് ഹർ ത്രൂ ഔട്ട്. ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ദി സ്റ്റോറി എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി, പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മണി. അതും നമുക്ക് നല്ല ഈസി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സോ 12th ക്വസ്റ്റ്യൻ എ എന്താണെന്ന് വെച്ചാൽ, ദി ഐ സ്പെഷ്യലിസ്റ്റ് എക്സാമിൻഡ് ഗ്രാനി ആൻഡ് അഡ്വൈസ് ഹർ ടു ഗെറ്റ് എ സ്ട്രോങ്ങർ പെയർ ഓഫ് ഗ്ലാസസ്. പ്രിപ്പയർ ദി
the likely conversation between Granny and the doctor. അതാണ് B question വന്നിട്ട് read the picture given below, prepare a paragraph using suitable descriptive adjectives ആണ്. ഞാൻ ഫസ്റ്റ് വണ്ണേ ആണ് കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത്. Okay, 13 one എന്ന് വെച്ചാൽ the bus that Mani and Granny traveled was old, noisy and uncomfortable. Later, Mani decided to write a letter to the transport manager requesting better bus services on the road. Draft a likely letter. Or B എന്ന് വെച്ചാൽ read the picture given below, prepare a paragraph describing it in the light of your reading of lesson Little Things Matter. So next one, 14th question, prepare a profile of Dr. APJ Abdul Kalam based on the hints given below. Hints തന്നിട്ടുണ്ടായിരുന്നു, അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു പ്രൊഫൈൽ റൈറ്റിംഗ് ആയിരുന്നു. അത് മേ ബി ഈസി ആയിരിക്കും. Then questions 15 to 17 given below are the details of the best FIFA football awards 2025. Study the table and answer the questions that follow എന്നാണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which country or club received the maximum number of award in the table given below ആണ്. അത് പാരീസ് സെയിന്റ് ജർമെയിൻ ആണ്. എൻ്റെ അത് തെറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ പൊട്ടത്തിയാണ്, ഞാൻ ഒന്നും വായിച്ചു നോക്കിയിട്ട് പോലും ഉണ്ടായില്ല. അപ്പം എൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹൂ വോൺ ദി ഫിഫ പുസ്ക അവാർഡ്, പുസ്ക എന്ന് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ, പുസ്കാസ് അവാർഡ് അതാന്ന് തോന്നുന്നു കേട്ടോ, ഇൻ ദി ഇയർ 2025 ആണ്. അത് എവിടെയായിരുന്നു, ഇവിടെ അത് ഹൂ ആണല്ലേ, സാന്റിയാഗോ മോണ്ടെയിൽ. എനിക്ക് അറിയില്ല കേട്ടോ, ഇങ്ങനെയാണ് വായിക്കാന്നും, നല്ല പൊട്ട പേരില്ല എന്തല്ലേ, അല്ല അങ്ങനെയല്ല. ആൻഡ് അതിന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. ആൻഡ് 17th one, നെയിം ദി പ്ലെയർ ഹൂ റിസീവ്ഡ് ബാലൻ ഡിയോർ ഫെമിനിൻ ഇൻ 2025 ആണ്. അത് കിട്ടിയിട്ടുള്ളത് ആർക്കായിരുന്നു എന്ന് വെച്ചാൽ ആന്റൈന ബോൺമറ്റി, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. നമ്മുടെ ടേബിളിലുള്ള സെക്കൻഡ് പ്ലെയർ ആണ്. എനിക്ക് അതിന്റെ പേര് വായിക്കാൻ കിട്ടുന്നില്ല, സാരില്ലല്ലേ. Okay, then filling the blanks using appropriate forms of the phrasal verbs given in the brackets. That's the 18th question. Adile first one, though I had to dash. Adile vannitte nammal aakandathu wake up aanu. Though I had to wake up before dawn for tuition and bath as my teacher insisted. I would hang in there and manage both studies and work. After Arabic school, I sprinted to the station and dashed the trains. Thunderous arrival, ready to catch the bundles. അതിൽ സെക്കൻഡ് വന്നിട്ട് ലുക്ക് ഫോർവേഡ് ടു ആണ്. ഇറ്റ്സ് കറക്റ്റ്. ഇതെന്റെ നല്ല കറക്റ്റാ, ഫുൾ കറക്റ്റാ എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ആണ്, അല്ല ഫുൾ കറക്റ്റ് ആണ്. I asked to ChatGPT. ഓക്കെ, അതാണ്. എനിക്ക് കാണാൻ ഇപ്പൊ കുറച്ച് ഇരുട്ടായിട്ട്, ഇപ്പൊ ഞാൻ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. സോ ലൈറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും, please avoid it. And edit the following passage errors are given in bold. അത് മൊത്തത്തിൽ എനിക്ക് മാർക്ക് പോയതായിരുന്നു. ഫസ്റ്റ് വൺ ഇൻ ആൻ ആയിരുന്നു. സ്കൂൾ വോസ് ഓവർ ആയിരുന്നു, സ്കൂൾ വിൽ ഓവർ അല്ല, വോസ് ഓവർ ആയിരുന്നു. പിന്നെ ദെന്ന് ക്യാപിറ്റൽ ആയിരുന്നു. പിന്നെ അക്കൗണ്ട്സ് എന്താന്ന് എനിക്കറിയില്ല കേട്ടോ, അതെന്താന്ന് എനിക്കറിയില്ല. അതെന്റെ 2 മാർക്ക് പോയിട്ടുണ്ടായിരുന്നു, അതിൽ ഫുൾ തെറ്റായിരുന്നു. ആൻഡ് ദിസ് വൺ കംപ്ലീറ്റ് 20th question, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ മണി ആൻഡ് ഹിസ് ഗ്രാനി. ഇതായിരുന്നു നമ്മുടെ എക്സാം പേപ്പർ. ടോട്ടൽ 40 മാർക്സിന്റെ ആയിരുന്നു. ആൻഡ് ഗൈസ്, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? പറഞ്ഞുതരാം. അതായതെടാ, നിങ്ങൾ MS സൊല്യൂഷൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. കേട്ടിട്ടുള്ളവർക്ക് ഈ MS കേൾക്കുമ്പോൾ തന്നെ എന്താ ഞാൻ പറയാമെന്ന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും അവരുടെ ഇഷ്ടകാലത്തിന് ഇതിനെപ്പറ്റി കേട്ടിട്ടില്ലെങ്കിലോ, അയ്യോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും അങ്ങനെ ആവാൻ ഞാൻ സമ്മതിക്കില്ല. സോ ഞാൻ പറഞ്ഞുതരാം എന്താണ് MS സൊല്യൂഷൻസ് എന്നുള്ളത്. MS സൊല്യൂഷൻസ് ഒരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ്. എടാ, അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. ഫ്രീ ആയിട്ട് വെച്ചാൽ ഓൺലൈൻ, ലൈക്ക് സൈലത്തിന്റെ സൈലം, എജുപോർട്ട്, അതുപോലെ തന്നെ എക്സാം വിന്നർ, ഫിസിക്സ് വാല, അങ്ങനത്തെ ഒരുപാട് ഓൺലൈൻ ട്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്. അവർക്ക് കോഴ്സസും ഉണ്ട്, അല്ലാണ്ട് നമ്മുടെ ലൈവ് വീഡിയോസ്, പ്രഡിക്ഷൻ വീഡിയോസ്, അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട്.
അതുപോലത്തെ ഒരു എന്താ പറയാ ട്യൂഷൻ തന്നെയാണ് EMS സൊല്യൂഷൻസ് നമുക്ക് തരുന്നത്. അവർക്ക് ഇങ്ങനത്തെ കോഴ്സസും ഉണ്ട്. ഇവരെ പോലെ തന്നെ കോഴ്സസ് എടുക്കണമെങ്കിൽ ഒരു ഫുൾ ഇയർ പ്ലാൻ ഉണ്ട്, അങ്ങനത്തെ 6 months ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓണം റിലേറ്റഡ് ആയിട്ട് 699 അവർക്കൊരു ഇതുണ്ടായിരുന്നു. അയ്യോ എന്തായിരുന്നു, എന്താ പറയാ പ്ലാൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാട്ടോ, കാണുന്നുണ്ടാവും. അപ്പൊ അത് ആ സീനാണ്, കാരണം സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഉണ്ടായിരുന്നു. ആ ഇതിൽ തന്നെ പ്ലാനിൽ തന്നെ നിങ്ങൾക്ക് PYQs, 3 സെറ്റ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രഡിക്ഷൻ, ലൈവ് ക്ലാസ്സസ്, ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ലൈവ് PDF നോട്ട്സ് എല്ലാം തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ അവരുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ എന്താ പറയാ ആടായാലും മതിയിട്ട് ഇതൊക്കെ കിട്ടാൻ വേണ്ടി അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് വേണ്ടത്. ഒരു പൈസയും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഇതേ ചാനലിൽ MS സൊല്യൂഷൻസ് ക്ലാസ് 8 എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, സബ്സ്ക്രൈബ് ആക്കി വെച്ചോ. ഉറപ്പാ നിങ്ങൾ എല്ലാ എക്സാമിനും പാസ് ആവാനുള്ള മാർക്ക് എന്തായാലും അവർ ഉണ്ടാക്കി തന്നിരിക്കും. അതിന്റെ പ്രൂഫ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ വിത്ത് പ്രൂഫ് ഇവിടെ കൊടുക്കുന്നുണ്ട്, എന്നാണ് ചിലരൊക്കെ വിശ്വസിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടോന്ന് ഞാൻ പറഞ്ഞ. സോ ക്വസ്റ്റ്യൻ 1 to 3 അല്ല ക്വസ്റ്റ്യൻ 4 to 6 എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇല്ലേ ഉണ്ടായിട്ട്, അത് നമ്മുടെ ഇവര് പറഞ്ഞിട്ട് പ്രെഡിക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് വരും എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനാ. 3 മാർക്കായി അവിടെ. പിന്നെ 7th ക്വസ്റ്റ്യൻ പാരഗ്രാഫ് വായിച്ചിട്ട് സമ്മറൈസ് ചെയ്ത പോയം വായിച്ചിട്ട് സമ്മറൈസ് ചെയ്തൊരു പാരഗ്രാഫ് ചെയ്ത പറഞ്ഞ ക്വസ്റ്റ്യനാ. അവര് പറഞ്ഞ സെയിം ടോപ്പിക്കിലെ ക്വസ്റ്റ്യനാ. ഞാൻ കൊടുത്തേക്കാം, ഇവിടെ കൊടുക്കല്ല കൊടുത്തേക്കാം കേട്ടോ. നെക്സ്റ്റ് വണ്ണ ക്വസ്റ്റ്യൻ 11 to 13 ആൻസർ എഴുതിയ A or B. അതില് 11th ക്വസ്റ്റ്യനിലെ Aയും Bയും അവർ പ്രഡിക്ട് ചെയ്ത ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പൊ തന്നെ കിട്ടി നമുക്ക് 4 മാർക്ക് അവിടെ. പിന്നെ പാരഗ്രാഫിനും 4 മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 12th ക്വസ്റ്റ്യൻ അവര് പ്രഡിക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 12th A ക്വസ്റ്റ്യൻ അവര് പ്രഡിക്ട് ചെയ്ത ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ 4 മാർക്ക്. 13th B ക്വസ്റ്റ്യൻ 4 മാർക്ക് പ്രഡിക്ട് ചെയ്ത ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ. പിന്നെ 14th ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ഡോക്ടർ APJ അബ്ദുൽ കലാം അവര് പ്രഡിക്ട് ചെയ്ത ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ, പിന്നെയും 4 മാർക്ക്. എടാ ഇത്രയും മാർക്ക് കിട്ടിയാൽ നമുക്ക് 23 മാർക്കായി. പാസ്സായില്ലേ? എക്സാം പാസ്സാവാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അവര് അവര് പ്രഡിക്ട് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ വന്നു. സോ ഗൈസ് ഇറ്റ്സ് നോട്ട് സച്ച് എ ബിഗ് തിങ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് എടാ പാസ്സാവാൻ പോലും പറ്റാണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. എടാ നിങ്ങളോട് എനിക്ക് സൂപ്പർ ക്ലാസ്, നിങ്ങൾ നല്ല ക്ലാസ് ബോറടിക്കാണ്ട് സെറ്റായിട്ട് അവർ പഠിപ്പിച്ചു തരും. ഇത് എന്റെ ഉറപ്പാണ്. ഞാൻ ഇപ്പൊ അടുത്താണ് ഒരു 2 months ബിഫോർ ആണ് ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നതും ഞാൻ ഇതിനെപ്പറ്റി ഇത് ക്ലാസ്സസ് കാണാൻ തുടങ്ങിയത്. ബട്ട് സ്റ്റിൽ എന്താ പറയാ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്റെ സ്റ്റഡീസിൽ ഞാൻ എത്ര ഇമ്പ്രൂവ് ആയിന്ന് എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ കോഴ്സ് എടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റണ്ട, നിങ്ങളത് വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പം അത് 8th മാത്രമല്ല കേട്ടോ, എല്ലാ ക്ലാസ്സസിനും ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ അടുത്ത വീഡിയോ ലവ് യു ആൻഡ് ബൈ.